സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. റീസെൻ്റ് ആയിട്ട് ഒരുപാട് സാഡ് ന്യൂസസ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗമായിട്ട് റൂമറായിട്ടും ഒഫീഷ്യലായിട്ടൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഓരോരുത്തർ ഇങ്ങനെ വിട്ടിട്ട് പോകുന്നു അല്ലെങ്കിൽ പോകുമെന്നുള്ള വാർത്തകളൊക്കെയാണ്. അതിനിടയിൽ വളരെയധികം സന്തോഷിക്കാവുന്ന ഒരു വാർത്ത ഒഫീഷ്യലായിട്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. നമ്മുടെ സ്വന്തം അഡ്രിയൽ ലൂണ അദ്ദേഹം എങ്ങോട്ടും പോകുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം 3 വർഷത്തേക്ക് കരാർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 2027 വരെ അദ്ദേഹം ടീമിനൊപ്പം തുടരും എന്ന വാർത്ത ഒഫീഷ്യലായിട്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുകയാണ്. സോ നമുക്കറിയാം 2021-22 സീസണിൽ ഇവാൻ ബുക്കമൻ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചാവുന്ന ആ സീസണിലാണ് ലൂണ ടീമിൻ്റെ ഭാഗമാവുന്നത്. അതിനുശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് 3 ISL സീസണുകൾ, അതിനിടയ്ക്ക് സൂപ്പർ കപ്പും കളിച്ചിട്ടുണ്ട്. അങ്ങനെ ടോട്ടലി 57 മാച്ചുകൾ ISLലും മറ്റു കോമ്പറ്റീഷൻസിലേക്കായിട്ട് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. 15 ഗോളുകളും 18 അസിസ്റ്റുകളും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിയിട്ടുള്ള ഒരു പ്ലെയറാണ് അഡ്രിയൽ ലൂണ. ആൻഡ് നിലവിലെ ഏറ്റവും കൂടുതൽ മോസ്റ്റ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഉള്ള ഒരു പ്ലെയർ കൂടിയാണ്. 33 ഗോൾ കോൺട്രിബ്യൂഷനാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പക്കലുള്ളത്. ആൻഡ് ഇതുവരെയുള്ള കണക്കുകളെടുക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മാച്ചുകൾ കളിച്ചിട്ടുള്ള വിദേശ താരവും നിലവിലെ ലൂണയാണ്. ഇവൻ്റെ ഫസ്റ്റ് ബാച്ചിൽ വന്ന ഫോറിൻ പ്ലെയറാണ്. അതിനുശേഷം ലൂണയും ലെസ്കോവിച്ചാണ് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ട രണ്ട് വിദേശ താരങ്ങൾ. ലെസ്കോവിച്ച് 3 സീസണുകൾ കളിച്ചിട്ടുണ്ട്. പക്ഷേ ലെസ്കോവിച്ചിനേക്കാൾ കൂടുതൽ മാച്ചുകൾ ഇറങ്ങിയിട്ടുള്ളത് ലൂണയാണ്. ഇനിയും ആ കണക്ക് അദ്ദേഹം ഇനി കൂട്ടാനേ പോകുന്നുള്ളൂ. സോ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ മാച്ചുകൾ കളിച്ചിട്ടുള്ള വിദേശ താരമെന്ന റെക്കോർഡ് മറ്റൊരാൾക്ക് ഇനി വന്ന് തകർക്കുക എന്ന് പറയുന്നത് കുറച്ചധികം പ്രയാസമുള്ളൊരു കാര്യമായിരിക്കും. നമുക്കറിയാവുന്ന കേസാണ്. അഡ്രിയൽ ലൂണ എന്ന് പറയുന്നത് മറ്റ് പ്ലേയേഴ്സിനെ പോലെ ഒന്നല്ല. അദ്ദേഹം സംതിങ് സ്പെഷ്യലാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരുപാട് ഫോറിൻ പ്ലേയേഴ്സും ഇന്ത്യൻ പ്ലേയേഴ്സും ഓരോ സീസണിലും സൈൻ ചെയ്യപ്പെടാറുണ്ട്. ഓരോ സീസണിലും ഒട്ടനേകം പ്ലേയേഴ്സാണ് ഇത്തരത്തിൽ പുതുതായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത്. പക്ഷേ അതിൽ വളരെ കുറച്ച് മാത്രം, വളരെ വിരലിലെണ്ണാവുന്ന താരങ്ങൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. ആദ്യകാലങ്ങളിലെ സന്ദേശ് സിംഗൻ, ടീം വിട്ടുപോകുന്നതിന് മുൻപ് വരെയുള്ള സഹൽ അബ്ദുൽ സമദ്, പീക്ക് ടൈമിലുള്ള CK വിനിത്, ഈ ഫോറിൻ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഹോസു പ്രിയത്തോ കുര്യാസ്, ഈ ലിസ്റ്റിൽ ഏറ്റവും അധികം എടുത്തു പറയേണ്ട ഒരു പേരാണ്. ഇന്നും ഹോസു തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ഉണ്ട്. ആൻഡ് സെഡ്രിക് ഹെങ്ബർട്ട്, ആരോൺ ഹ്യൂസ്, കെവിൻസ് ബെൽഫോർട്ട്, അങ്ങനെ ആ ലിസ്റ്റ് വളരെ ചെറുതാണ്. ആ ഒരു ഇമോഷണൽ കണക്ഷൻ്റെ കാര്യത്തിൽ പീക്കിൽ നിൽക്കുന്ന ഒരു പ്ലെയറാണ് നിലവിൽ ലൂണ എന്ന് പറയുന്നത്. ആൻഡ് ഇതൊരിക്കലും ഒരു വൺ സൈഡ് ആവുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ലൂണയ്ക്ക് തിരിച്ചിങ്ങോട്ടും ആ ഒരു സ്നേഹം നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് അതിൻ്റെ വാക്കുകളിലും ആ പ്രസ് മീറ്റുകളിലൊക്കെ. ആൻഡ് ഒരു സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കളിച്ച് ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ വിരമിക്കാനാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്നുള്ളത്. മറ്റൊരു ക്ലബിലേക്കോ മറ്റൊരു ഓഫറിലേക്കോ അദ്ദേഹം ചിന്തിക്കുന്ന പോലും ഇല്ല എന്നുള്ളത് നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നിലവിലെ ഈ കോൺട്രാക്ട് എക്സ്റ്റൻഷനിൽ നമുക്കറിയാവുന്ന കേസാണ്. ISLൽ ഇന്നേ വരെ ഒരു ട്രോഫി പോലും വിൻ ചെയ്യാൻ സാധിക്കാത്തൊരു ടീമാണ് ബ്ലാസ്റ്റേഴ്സ്. ISL ട്രോഫി വിൻ ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഒരുപാട് ടീമുകളിൽ നിന്നും ഓഫറുകളും ഇതിലും കൂടുതൽ പൈസയും സ്പെൻഡ് ചെയ്യാനും കോൺട്രാക്ട് കൊടുക്കാനും തയ്യാറായിട്ടുള്ള ഒരുപാട് ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകളുണ്ടാവും. ഇനി അതല്ല, ISLന് പുറത്തേക്ക് അതിൻ്റെ കരിയറിന് വേണ്ടിയിട്ട് ഇതിലും മികച്ചൊരു ലീഗിലേക്ക് പോകാനും എന്തുകൊണ്ട് സാധിക്കുന്ന കാപ്പബിലിറ്റി ഉള്ള ഒരു പ്ലെയർ തന്നെയാണ് ലൂണ. പക്ഷേ എന്നിട്ടും ഈ ട്രോഫി ഇന്നേ വരെ കണി കാണാത്ത ബ്ലാസ്റ്റേഴ്സിനൊപ്പം വീണ്ടും 3 വർഷം അദ്ദേഹം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞ സംതിങ് സ്പെഷ്യൽ എന്ന് പറയുന്ന ഒരു സാധനം തിരിച്ച് ലൂണയ്ക്കും ഇങ്ങോട്ട് ഫീൽ ചെയ്തുകൊണ്ടുകൂടിയായിരിക്കണം. ആൻഡ് ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയണം. ഇറ്റ്സ് നോൾ അബൌട്ട് സ്നേഹം മാത്രമല്ല. ഫുട്ബോളിനെ സംബന്ധിച്ച് സ്നേഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അങ്ങനെ സ്നേഹം മാത്രം ഉണ്ടായിരുന്ന പ്ലേയേഴ്സിനെ പോലും ഈ പറഞ്ഞ പോലെ ഫാൻസ് തന്നെ പിന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ലൂണയുടെ കാര്യത്തിൽ ആ സ്നേഹത്തിനൊപ്പം പെർഫോമൻസ് കൂടി ആ ഒരു പീക്ക് ലെവലിൽ നിൽക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിനെ കുറച്ചുകൂടി നമുക്ക് പ്രിയപ്പെട്ട ഒരു പ്ലെയറാക്കി മാറ്റുന്നത്. 57 മാച്ചസ് അദ്ദേഹം കളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ 57 മാച്ചസിൽ ഒരുവിധപ്പെട്ട മാച്ചസ് ഒക്കെ നമ്മൾ കാണുകയും ആ മാച്ചിനെ പറ്റി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു മാച്ചിന് ശേഷവും ലൂണ പോരായിരുന്നു, അല്ലെങ്കിൽ ലൂണയ്ക്ക് വന്ന മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ലൂണ മോശമായി പോയി എന്നൊരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയേണ്ടി വന്നിട്ടില്ല. ഇനി മാക്സിമം പോയാൽ ലൂണ ഒന്ന് ഡള്ളായിരുന്നു എന്നുള്ളത് 1-2 വീഡിയോസിൽ വിരലിലെണ്ണാവുന്ന ടൈം മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പല സമയത്തും ഗ്രൗണ്ടിൽ അദ്ദേഹം കളിക്കുമ്പോൾ കാലുകൾ കൊണ്ട് മാത്രമല്ല ഹൃദയം കൊണ്ടുകൂടി പന്ത് കിട്ടുന്ന ഒരു പ്ലെയറിനെ പോലെ ഫീൽ ചെയ്യാറുണ്ട്. അത്തരത്തിലൊരു പ്ലെയറിനെ കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ടീമിന് കിട്ടാറുണ്ട്. മറ്റു പ്ലേയേഴ്സിനെ പോലെയല്ല. ഇത്തരത്തിലുള്ള പ്ലേയേഴ്സ് മറ്റു പ്ലേയേഴ്സിനേക്കാൾ കുറച്ചുകൂടി ഒരു എക്സ്ട്രാ ഡിസ്റ്റൻസ് റൺ ചെയ്യാനോ, ഒരു എക്സ്ട്രാ ഫൈറ്റിംഗ് സ്പിരിറ്റ് ഇടാനോ, ഒരു എക്സ്ട്രാ മോട്ടിവേഷൻ കൊടുക്കാനോ, അത്തരത്തിലെല്ലാം ഒരു എക്സ്ട്രാ ആ ഒരു പ്ലെയറിൽ നിന്ന് കിട്ടാറുണ്ട്. പലപ്പോഴും 90 മിനിറ്റായിട്ട് പല പ്ലേയേഴ്സും മുട്ടിൽ കൈവച്ച് നിൽക്കുന്ന സിറ്റുവേഷനിൽ പോലും ഒരു ലോങ്ങിൽ നിൽക്കുന്ന ഗോൾ കീപ്പറിലേക്ക് കൊടുത്തൊരു മൈനസ് പാസ് പോലും ചേസ് ചെയ്ത് പിടിക്കാൻ സ്പ്രിന്റ് ചെയ്യുന്ന ലൂണയെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആൻഡ് ISLൽ ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ലൂണ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ബൂട്ടിൻ്റെ സ്റ്റഡ് പതിയാത്തതുണ്ടോ എന്നുള്ളതും സംശയമാണ്. നമ്മൾ കളി തുടങ്ങുമ്പോൾ ഒരു സ്ട്രൈക്കർ റോളിലോ ഒരു മിഡ്ഫീൽഡർ റോളിലോ ആയിരിക്കും അദ്ദേഹത്തെ കാണുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പന്ത് എവിടെ ഉണ്ടോ അവിടെ എല്ലാം ലൂണ എത്തുന്നത് പോലെ ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിലും ആ മിഡ്ഫീൽഡിൽ വിങ്ങിലും സെൻട്രലായിട്ടും അതുപോലെ തന്നെ ഡിഫൻസിലും ഫുൾ ബാക്ക് ഏരിയയിലും 2 പുതിയ ഗ്ലൗ വാങ്ങിച്ചു കൊടുത്താൽ ഗോൾ വരെ നിൽക്കാൻ ഈ മനുഷ്യൻ തയ്യാറാണ്. അത്തരത്തിൽ എല്ലായിടത്തും നമ്മൾ അദ്ദേഹത്തെ കാണാറുണ്ട്. പൊസിഷനൊന്നും അവിടെ ഇല്ല, അവിടെ ടാക്ടിക്സോ പൊസിഷനൊന്നും അല്ല. എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ പോലെ പെർഫോമൻസ് കൊണ്ട് ടീമിനെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്ന ഒരു ഫാക്ടറിലേക്കാണ് അദ്ദേഹം പലപ്പോഴും ശ്രമിക്കാറുള്ളത്. ഫുട്ബോളിൽ
ഫുട്ബോളിലേക്ക് വരുമ്പോൾ ഈ പൈസ എന്ന് പറയുന്ന കാര്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒരുപാട് ക്വാളിറ്റി പ്ലേയേഴ്സ് നമുക്ക് ഈ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും. പക്ഷേ പൈസ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് അടിസ്ഥാനമല്ലാത്ത അല്ലെങ്കിൽ അതിനെ ബേസിസിലല്ലാതെ കിട്ടുന്ന ഒരേ ഒരു സാധനം ഫുട്ബോളിലുള്ളൂ. അത് കമ്മിറ്റ്മെൻറ്റ്, ലോയൽറ്റി തുടങ്ങിയ കാര്യങ്ങളാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വമ്പൻ ക്ലബ്ബുകളുടെ ഓഫറുകൾ കിട്ടുമ്പോഴും വമ്പൻ ലീഗുകളിലേക്കുള്ള ഓഫറുകൾ കിട്ടുമ്പോഴും ഇവിടെ തുടരാനും ഈ ടീമിനെ ഹെൽപ്പ് ചെയ്യാനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അതിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ ലോയൽറ്റി എന്ന് പറയുന്ന സാധനമാണ്. അതിൽ ഇവാൻ എന്ന് പറയുന്ന കോച്ചിന്റെ ഇൻഫ്ലുവൻസ് കൂടി എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ വളരെ കുറച്ച് പ്ലേയേഴ്സും കോച്ചുമാരും മാത്രമാണ് പൈസയ്ക്ക് പുറമെ ക്ലബിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് കണ്ടിട്ടുള്ളൂ. അത് നിർബന്ധമായിട്ടും വേണമെന്ന് പറയാൻ നമ്മൾ വാശി പിടിക്കാനും പറ്റില്ല. ഒരു പ്ലെയറിനെ സംബന്ധിച്ച് അവരുടെ കരിയറിന് ഇമ്പോർട്ടൻ്റ് തോന്നിക്കഴിഞ്ഞാൽ മറ്റൊരു ടീമിലേക്ക് പോകുന്നത് അത് എത്ര വർഷം TT പോറ്റിയ ക്ലബ്ബാണെങ്കിലും അല്ലെങ്കിൽ എത്ര വർഷം ഈ പറഞ്ഞ കളിച്ചിട്ടുള്ള ക്ലബ്ബാണെങ്കിലും അവരുടെ കരിയറിന്റെ ഭാഗമായിട്ട് ക്ലബ്ബുകൾ മാറുക അല്ലെങ്കിൽ കുറച്ചുകൂടി ഹയർ ആയിട്ടുള്ള ലീഗിലേക്ക് പോകുക എന്ന് പറയുന്നത് അവർക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് ഒരിക്കലും ഈ പറഞ്ഞ പോലെ നിഷേധിക്കാനോ അല്ലെങ്കിൽ അവിടെ നമുക്ക് ഈ വികാരം കൊണ്ട് ചെന്നിട്ട് യാതൊരു കാര്യമില്ല. ലൂണയെ സംബന്ധിച്ചും അദ്ദേഹം നാളെ മറ്റൊരു ക്ലബ്ബിലേക്ക് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞതൊന്നും നമ്മൾ മാറ്റി പറയാനേ പോകുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്, അതിൻ്റെ കരിയറാണ്, അദ്ദേഹമാണ് ചൂസ് ചെയ്യേണ്ടത് ഇവിടെ നിൽക്കണോ അല്ലെങ്കിൽ മുന്നോട്ട് പോകണോ എന്നുള്ളത്. സോ ഈ ലോയൽറ്റി എന്ന് പറയുന്ന കാര്യം നമുക്ക് കോൺട്രാക്റ്റിൽ സൈൻ ചെയ്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. അത് ആ പ്ലെയറിൽ നിന്ന് അറിഞ്ഞ് തന്നെ നമുക്ക് കിട്ടണം. അത് ലൂണയിൽ നിന്ന് നമുക്ക് ഇനി 3 വർഷത്തേക്ക് കൂടി കിട്ടും. നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരു പ്ലെയറും ക്ലബിനേക്കാൾ വലുതല്ല. എത്ര വലിയ പ്ലെയർ ആണെങ്കിലും ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് താഴെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഒരു നല്ല പ്ലെയർ ടീമിന് വേണ്ടി അത്രയും എഫേർട്ട് ഇടുന്ന, അത്രയും പെർഫോമൻസ് ഡെലിവർ ചെയ്യുന്ന ഒരു പ്ലെയർ ടീം വിട്ടുപോകാതെ ടീമിൽ തന്നെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് അത് ക്ലബിനോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ അവിടെ ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു കാര്യത്തിൽ, ലൂണയുടെ കാര്യത്തിൽ ആ ഒരു സക്സസ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഇനിയും ലൂണയുടെ പെർഫോമൻസ് വെച്ച് നമുക്ക് തീർച്ചയായിട്ടും ബെനിഫിറ്റ്സ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റിസൾട്ട് ഉണ്ടാകുന്ന, അതുപോലെ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, നേരത്തെ പറഞ്ഞ പെർഫോമൻസ് ഡൗൺ ആവാതെ മുന്നോട്ട് പോകുന്ന ഒരു സീസൺ കൂടി അല്ലെങ്കിൽ സീസണുകൾ കൂടി അദ്ദേഹത്തിൽ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ആൻഡ് ഈ 3 വർഷത്തെ കോൺട്രാക്ട് കണ്ട് ആരും തുള്ളിച്ചാടൊന്നും വേണ്ട. ഫുട്ബോളാണ്, എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. ലൂണ ആയതുകൊണ്ട് മാത്രം നമുക്ക് ഒരു ചെറിയ പ്രതീക്ഷയുണ്ട് 3 വർഷവും ഇവിടെ കാണുമെന്നുള്ളത്. പക്ഷേ നമ്മളതും പ്രതീക്ഷിച്ചിരിക്കേണ്ട. എക്സ്പെക്ടേഷൻ എപ്പോഴും നമ്മളെ നിരാശപ്പെടുത്തേ ഉള്ളൂ. എന്തായാലും ഈ പറഞ്ഞ പോലെ ടീമിന് വേണ്ടി അത്രയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന, ഹൃദയം കൊണ്ട് കളിക്കുന്ന ഒരു പ്ലെയറിനെ വീണ്ടും അദ്ദേഹത്തിൻ്റെ സേവനം ഇനിയും കിട്ടുമെന്ന് പറയുന്നത് ക്ലബിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ഇനിയും അദ്ദേഹം ഇവിടെ ഇതുവരെ ചെയ്തത് എന്താണോ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ, ആ മായാജാലങ്ങൾ ഇനിയും നമുക്ക് ലൂണയിൽ നിന്ന് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ലൂണയുടെ എക്സ്റ്റൻഷനിൽ ഒരു മറുവാദം എന്തായാലും ഉണ്ടാവാൻ വഴിയില്ല. അദ്ദേഹത്തെ നിലനിർത്തിയതിലുള്ള സന്തോഷം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. സോ അഡ്രിയാൻ നിക്കോളാസ് ലൂണ, അദ്ദേഹം ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ കാണും.